ഹലോ. ദാ നമ്മുടെ വാവയ്ക്ക് വേഗം ഫുഡൊക്കെ വാരിക്കൊടുത്ത് ഞങ്ങളൊരു യാത്ര തുടങ്ങുകയാണ്. കാനഡയിലെ ഈ തിരക്കുകൾക്കിടയിൽ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്ന പഴയൊരു അപ്രതീക്ഷിത മുംബൈ ട്രിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒട്ടും പ്ലാൻ ചെയ്യാത്ത യാത്രയായത് കൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഒട്ടും സമയം കളയാതെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറിയത് ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ ആയിരുന്നു. ഇനി ബാംഗ്ലൂരിൽ നിന്ന് മുംബൈയിലോട്ട്. സത്യം തന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇങ്ങനെ ഒരു ദൂരയാത്ര പോണ ഇത് ആദ്യമായിട്ടാണ്. അതും ഈ ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്തതായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അങ്ങനെ 2-3 മണിക്കൂറിന് ശേഷം ഞങ്ങൾ മുംബൈയിലെത്തി. അവിടെ എത്തിയപ്പോഴും മുംബൈ വൈബ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാനാണ്. അത് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുമ്പോൾ ആരെ കാണാൻ പോയെന്ന് മനസ്സിലാവും. ഞാനും ചേച്ചിയും കൂടെ വളരെ തീവ്രമായ ഡിസ്കഷൻ ആയിരുന്നു. ഇതിലെ ഏത് വഴി കൂടെ പോയാലാണ് ആ ഡെസ്റ്റിനേഷൻ എത്തിപ്പെടാൻ പറ്റുക. അങ്ങനെ പെട്ടെന്ന് അപ്പോൾ ഊബറൊക്കെ ബുക്ക് ചെയ്തു. ഊബർ വഴിയായിരുന്നു നമ്മൾ യാത്ര ചെയ്തത്. യാത്ര ചെയ്യുന്ന വഴിക്ക് ഇങ്ങനത്തെ കുറെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കാണ് മുംബൈ രാവിലെ തന്നെ. ഫൈനലി കുറെ നേർക്ക് ശേഷം ഞങ്ങൾ ഹോട്ടൽ റൂം എത്തി. റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ മുകേഷ് അംബാനിയുടെ വീടും ലോകത്തിലെ ഏറ്റവും വലിയ ചേരിയായ ധാരാവിയും ഒക്കെ കണ്ടു. മുംബൈയുടെ രണ്ട് വേറെ വേറെ മുഖങ്ങളും ഒരേ ദിവസം തന്നെ കാണാൻ പറ്റിയത്. പോരാത്തതിന് പോകുന്ന വഴിക്ക് നമ്മുടെ ഷാറൂഖ് ഖാന്റെ മന്നത്തിന്റെ മുന്നിലൂടെ ഒന്ന് പോയി. അതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ഫൈനലി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എത്തി.